അരുൺ 5:30-ക്ക് തന്ത്രി കണ്ഠരര് രാജീവരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി എൻ ദാമോദരൻ പോറ്റി നട തുറന്നതോടെയാണ് മകരവിളക്ക് മഹോത്സവത്തിന് തുടക്കമായത്. അതിനുശേഷം മേൽശാന്തി 18-ാം പടി ഇറങ്ങി വന്ന് ആഴി തെളിയിച്ചു. തുടർന്നാണ് തീർത്ഥാടകർക്ക് ദർശന സൗകര്യമുണ്ടായത്. ഇന്ന് പതിവ് പൂജകളൊന്നും തന്നെയില്ല. വൈകിട്ട് അത്താഴ പൂജയ്ക്ക് ശേഷം ഹരിവരാസനം പാടി നട അടയ്ക്കും. പിന്നീട് നാളെ രാവിലെ 4 മണിക്ക് നട തുറക്കും. നാളെ മുതൽ പതിവ് പൂജകൾ ഉണ്ടാവും. 1.5 കോടിയോളം തീർത്ഥാടകർ മകരവിളക്ക് തീർത്ഥാടനത്തിന് ശബരിമലയിൽ എത്തുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇതിനായി 10 ലക്ഷം ടിൻ അരവണയും 3 ലക്ഷം കവർ അപ്പവും ഇതുവരെ കരുതൽ ശേഖരമായി സൂക്ഷിച്ചിട്ടുണ്ട്. തീർത്ഥാടകരുടെ തിരക്ക് നിയന്ത്രിക്കുന്നതിനും മറ്റുമായി എല്ലാവിധ സൗകര്യങ്ങളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. 2000-ഓളം പോലീസുകാർ ശബരിമലയിലും 1500-ഓളം പോലീസുകാർ പമ്പയിലും ഒപ്പം തന്നെ ഒരു കമ്പനി ദ്രുതകർമ്മ സേനയും ദുരന്ത നിവാരണ സേനയും 280-ഓളം റിസർവ് പോലീസ് ബറ്റാലിയനും ശബരിമലയിൽ ഇപ്പോൾ സേവനത്തിലുണ്ട്. മറ്റെല്ലാ വിഭാഗങ്ങളും ഇപ്പോൾ സജീവമായി തന്നെ ഡ്യൂട്ടിയിൽ വന്നിരിക്കുന്നു. എന്തായാലും 11-ാം തീയതിയാണ് പ്രസിദ്ധമായ എരുമേലി പേട്ടതുള്ളൽ നടക്കുന്നത്. 12-ാം തീയതി തിരുവാഭരണം വഹിച്ചുകൊണ്ടുള്ള ഘോഷയാത്ര പന്തളത്ത് നിന്ന് ആരംഭിക്കും. 13-ാം തീയതി പമ്പവിളക്കും പമ്പസദ്യയും നടക്കും. 14-ാം തീയതി വൈകിട്ടാണ് മകരജ്യോതി. മകരജ്യോതി കാണാനാണ് ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ശബരിമലയിലേക്ക് എത്തുന്നത്. അതിനുശേഷം 19-ാം തീയതി വരെ പതിവ് പൂജകൾ ശബരിമലയിൽ ഉണ്ടാവും. 20-ാം തീയതി തീർത്ഥാടകർക്ക് ദർശനം അനുവദിക്കുന്നതല്ല. 20-ാം തീയതി രാവിലെ 10 മണിയോടെ നടയടയ്ക്കുന്നതോടെ ഈ ഒരു തീർത്ഥാടന കാലത്തിന് സമാപനമാകും. അരുൺ.